ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷാസി വ്ലോഗ്സ്. ഇന്ന് നമ്മൾക്കൊരു മാങ്ങക്കറി ആയാലോ. അതിനായി മാങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾക്കൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് ഫ്ലെയിം കത്തിച്ച് വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മൾക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കടുകെല്ലാം പൊട്ടി വരാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് കടുക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി നമ്മൾക്ക് കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവയും കൂടെയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെയും ചേർത്ത് നമ്മൾക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങയും കൂടെയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നന്നായി ഒരു 3 മിനിറ്റ് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾക്ക് ഈ ഒരു സമയം ഇതിലേക്ക് വെള്ളവും പഞ്ചസാരയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മാങ്ങ മുങ്ങിക്കിടക്കാൻ വിധത്തിലാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു കാരണത്താൽ ക്യാമറ ഓഫായി പോയതുകൊണ്ട് എനിക്ക് ആ വീഡിയോ മിസ്സായി പോയി, സോറി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാങ്ങക്കറി ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.